ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ബാഗ് മേടിക്കും, അല്ലെങ്കിൽ പഴയ ബാഗാണെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയായാലും ബാഗിൻ്റെ സിബിന് ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, ഒരു പിടുത്തം ഉണ്ടാകാറുണ്ട്. ആ പിടുത്തമൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ ബാഗിൻ്റെ സിബയിലോട്ട് മെഴുകുതിരി അല്ലെങ്കിൽ സോപ്പോ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ പിടുത്തം അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ മെഴുകുതിരിയാണ് തൂത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇതുപോലെ സിബിൽ തൂത്ത് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം ഒന്ന് ആ സിബൊന്ന് അനക്കിയാൽ മതി. പിന്നെ അത് നല്ല സ്മൂത്തായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇതുപോലുള്ള പേപ്പർ കവറുകൾ കിട്ടാറുണ്ട്. അതിൻ്റെ ഭംഗി കാരണം നമുക്കത് കളയാനും തോന്നത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണേ. ഇപ്പം ഞാൻ ഇവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട്. ആ കവറ് മിഡിൽ ഭാഗത്തു നിന്ന് ഒന്ന് മടക്കി ഉള്ളിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 സൈഡും ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ കവർ മടക്കിയപ്പോൾ ഉള്ളിലോട്ടായ പിടി നമുക്ക് അവിടെ നിന്ന് ഇളക്കി മാറ്റിയിട്ട് ഇപ്പം കാണുന്ന പോലെ തന്നെ ലെങ്ത് വൈസായിട്ട് അത് കവറിൽ പശയൊക്കെ കൊടുത്ത് ഒട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ ബ്രെഡ്ത്ത് വൈസായിട്ട് നമുക്കത് പിടി കവറിൽ പിടിപ്പിക്കാവുന്നതാണ്. ഇനി ഈ കവർ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. തുണികൾ വേണമെങ്കിൽ നമുക്ക് അടുക്കി വെച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുട്ടികളുടെ ജീൻസ് എല്ലാം അവിടെ പാൻ്റ് എല്ലാം അവിടെ അടുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് പെട്ടെന്ന് എടുക്കുന്നതിന് സൗകര്യമാവും. അതുപോലെ അത് അലങ്കോലമായി പോകാതെ അവരെടുക്കുമ്പോൾ അത് അലങ്കോലമായി പോകാതെ നീറ്റായിട്ട് ഇരിക്കുന്നതിന് ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലെങ്കിൽ അവർ കബോർഡ് നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അവരത് എടുക്കുന്നുണ്ടെങ്കിൽ മേളിരിക്കുന്നത് താഴെ പോവും, അങ്ങനെ അലങ്കോലമായി പെടും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് ഇതുപോലെ ഉള്ള ചെറിയ ചെറിയ ബാഗുകളിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അതും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പൊട്ടറ്റോ ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ള പൊട്ടറ്റോ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതുപോലുള്ള പേപ്പർ കവറിലാകുമ്പോൾ ആ പൊട്ടറ്റോ പെട്ടെന്ന് അത് മുളയ്ക്കാതിരിക്കുന്നതിനും അഴുക്കായി പോകാതിരിക്കുന്നതിനും ഡ്രൈ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. മൂന്നാമത്തെ ടിപ്പ്, ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ടിഫിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പൊട്ടറ്റോയുടെ തൊലിയൊക്കെ കളയുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിക്കുന്ന സമയത്ത് ഗ്യാസ് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഈ തൊലി കളയേണ്ടതായിട്ടില്ല. നന്നായിട്ട് വിനാഗിരിയും മഞ്ഞളും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് വേണം പൊട്ടറ്റോ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ തൊലി കളയുന്നുണ്ട്. ഞാൻ 2 രീതിയിലും എടുക്കാറുണ്ട്, തൊലി കളയാതെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തൊലി കളയുന്നുണ്ട്. അപ്പോൾ തൊലി കളയാനായിട്ട് ഒരു പീലർ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പീലർ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പണികൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുമല്ല, ആ പൊട്ടറ്റോയുടെ ആ സ്കിന്ന് മാത്രമേ പോകത്തുള്ളൂ. അത് നമ്മൾ പിച്ചാത്തി ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് അത് തൊലി കളയാൻ പറ്റണമെന്നുണ്ടാവില്ല.
അതുപോലെ പൊട്ടറ്റോ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ആ പൊട്ടറ്റോയുടെ 2 സൈഡ് ആദ്യം കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേ സൈസിൽ ഒരേ അളവിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ അത് പെട്ടെന്ന് വേവുന്നതിനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ. പൊട്ടറ്റോ തൊലി കളഞ്ഞ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. അതിപ്പം തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്ത പൊട്ടറ്റോ വാഷ് ചെയ്തിട്ട് അതിലേക്ക് തിളച്ച വന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ട് വേണം നമ്മൾ ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ശകലം മഞ്ഞൾ, അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പേരിന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിള വന്നാൽ മതി. അപ്പോഴത്തേനും അത് വെന്തിട്ടുണ്ടാവും. അടച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അത് തിളച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാനൊരു സ്പൂണിൽ അത് ഒന്ന് എടുത്തിട്ട് ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് മുറിഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് അത് വെന്തിട്ടുണ്ട്. ഇനി അത് കൂടുതൽ വേണ്ടിയായിട്ട് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ വെള്ളം ഊറ്റി കളയുന്നുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു. അതിലേക്ക് പിന്നെ ഒരു ശകലം കുരുമുളക് ചതച്ചത്, ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടിയുടെ ഉള്ള എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ആ അടച്ചു വെക്കുന്ന സമയത്ത് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഒരു പാൻ വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പാൻ ചൂടായി വന്നു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെന്തതായതുകൊണ്ട് പിന്നെ ഇതിന് അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ല. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതും ചൂടായി വരുമ്പോൾ നമ്മുടെ ആ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോഴത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സും റെസിപ്പീസും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാവുന്നതാണ്. ചിലർക്ക് പൊട്ടറ്റോ നന്നായിട്ട് കുഴഞ്ഞ് ഇരിക്കണം. ചിലർക്കാണെങ്കിൽ അങ്ങനെ പൊട്ടറ്റോ കുഴഞ്ഞ് ഇരിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഒട്ടും കുഴയാതെ നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയെ. അതുപോലെ പൊട്ടറ്റോ നമ്മൾ പാനിലേക്ക് ഓയിലൊഴിച്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് അങ്ങനെ മസാല പോലെ എടുക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിന് ഓയിലൊക്കെ കുറച്ചുകൂടി കൂടുതൽ എടുക്കേണ്ടതായിട്ടുണ്ടാവും. 4ാമത്തെ ടിപ്പ്, ഇപ്പം ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഹാങ്ങർ എടുക്കുന്നുണ്ട്. ഇത് രണ്ടും മതി നമുക്ക് ഈ മഴക്കാലത്ത് തുണികൾ ഉണക്കിയെടുക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തുണികൾ ഉണക്കിയെടുക്കാം. കുപ്പിയും ഹാങ്ങറും ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. ഹാങ്ങർ ആണെങ്കിൽ കുപ്പിക്കുള്ളിലൂടെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുപ്പിയുടെ 2 സൈഡിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മേളിലും താഴെയായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഹോളിൽ കൂടെ നമുക്ക് ഹാങ്ങർ ഇത് ഇവിടെ കാണിക്കുന്ന പോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം എത്ര അകലത്തിൽ വേണം ഹാങ്ങർ ഇട്ട് കൊടുക്കണം എന്നുള്ളത് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഒരു 5-6 ഹാങ്ങർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. വളരെ ഈസി ആയിട്ട് തന്നെ അത് ഹാങ്ങർ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഹാങ്ങറാണ്, ഇതുപോലുള്ള ഹാങ്ങർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ മാത്രമേ ഹാങ്ങർ ഇട്ട് കാണിക്കുന്നുള്ളൂ. മറ്റേ സൈഡിൽ നമുക്ക് ഹാങ്ങർ ഇടാവുന്നതാണ്. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഹാങ്ങർ ഇടാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ തുണികളെല്ലാം കൂടെ അടുത്തടുത്ത് കിടക്കും. അപ്പോൾ കുറച്ച് താമസം ഉണ്ടാവും. എല്ലാം കൂടെ അടുത്തടുത്ത് വരുമ്പോൾ തുണികൾ ഉണങ്ങി എടുക്കാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് തുണികളൊക്കെ ഉണക്കിയെടുക്കുന്നതിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമിനകത്ത് ഫാൻ്റെ അടിയിൽ ഇതുപോലെ തൂക്കിയിടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വെളിയിലാണേലും മഴയൊന്ന് മാറിയിരിക്കുന്ന സമയത്ത്, വെയിൽ വരുന്ന സമയത്ത് വെളിയിലാണേലും നമുക്ക് അയയിൽ കൊണ്ടിടാം. അപ്പോൾ തുണികളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് ചിലപ്പോൾ മഴ പെട്ടെന്ന് വരുന്ന സമയം ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് തുണികളെല്ലാം അവിടെ ഒറ്റയടിക്ക് തന്നെ എടുത്തുകൊണ്ട് വരുന്നതിനും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും.
ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.